ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഫാമിലിയിലൊരു എൻഗേജ്മെൻ്റ് ഉണ്ട്. അങ്ങനെ അമ്മയും പപ്പയും അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. രാവിലെ അമ്മ ഇങ്ങനെ റെഡിയായൊക്കെ കുഞ്ഞമ്മയെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട് കേട്ടോ. സാധാരണ അമ്മ ലേറ്റായിട്ടാണ് കേട്ടോ ഇറങ്ങാറ്, പക്ഷേ ഇന്ന് പക്ക ടൈമിനെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞമ്മയും വന്നു. രണ്ടുപേരും ഗ്രീൻ കളർ സാരിയാണ് കേട്ടോ ഉടുത്തിരിക്കുന്നത്, പറഞ്ഞിട്ടെടുത്തതാണ് കേട്ടോ. പിന്നെ കുഞ്ഞമ്മ ഇന്നലെ മറ്റേ ക്രിസ്മസിൻ്റെ ലൈറ്റൊക്കെ കാണാൻ പോയപ്പോൾ പുതിയ മാലയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ഗ്രീൻ കളറ്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ കമൻ്റൊക്കെ പറയുന്നുണ്ടായിരുന്നേ. പപ്പ നേരത്തെ തന്നെ റെഡിയായിട്ട് കുറച്ച് സമയം ഇങ്ങനെ അമ്മയെ വെയിറ്റ് ചെയ്തൊക്കെ നിന്ന് കേട്ടോ. പിന്നെ അമ്മ കുഞ്ഞമ്മയെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്കും പപ്പ വേഗം അവിടെ നിന്ന് തന്നെ പോയി കേട്ടോ. എന്നാൽ കുഞ്ഞമ്മയായിട്ട് ഒരുമിച്ച് വന്നെല്ലാം പറഞ്ഞിട്ട്. ഇതെൻ്റെ അമ്മയുടെ സ്വന്തം അനിയത്തിയാണ് കേട്ടോ. അമ്മയുടെ മാരേജ് കഴിഞ്ഞിട്ട് അങ്ങനെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ കുഞ്ഞമ്മയും കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ അടുത്തടുത്തായി. ഇവരുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് വേറൊരാളൂടെ ഉണ്ട് കേട്ടോ. അവർ മൂന്ന് പേരാണേ ഉള്ളത്. അവരെ നമുക്ക് അടുത്ത ഏതെങ്കിലും വ്ളോഗിൽ പരിചയപ്പെടുത്താം കേട്ടോ. ക്രിസ്മസിന് പിന്നെ ഷെറിഷൻ്റെ മമ്മിയും പപ്പയും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെയാണ് കേട്ടോ ഇപ്രാവശ്യം ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആഘോഷിക്കുന്നത്. അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നേരെ വന്നു കഴിഞ്ഞാൽ ഷട്ടിൽ ബാറ്റ് എടുക്കും, കളി തുടങ്ങും. ഇത് തന്നെയാണ് കേട്ടോ. ക്രിസ്മസ് ലീവ് ആയതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും വീട്ടിലുണ്ട്. ഐറയ്ക്കും അതൊരു ഭയങ്കര ഹാപ്പിനെസ്സാണ് കേട്ടോ. ഇന്നലെ പിന്നെ പോയപ്പോൾ വാങ്ങി മറ്റേ ബബിൾ ഉണ്ടാക്കുന്ന സംഭവം കൊണ്ട് ആൾ രാവിലെ ഭയങ്കര ബിസിയാണേ. ഷട്ടിൽ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ പരസ്പരം ഭയങ്കര ബഹളമാവുന്നുണ്ട്. ഷെറിച്ച അവിടെ നിന്നിട്ട് ഒരുവിധം പറഞ്ഞൊക്കെ സോൾവ് ആക്കുന്നുണ്ട് കേട്ടോ പ്രശ്നങ്ങളൊക്കെ. അങ്ങനെ എൻഗേജ്മെൻറ്റിന് പോയവരൊക്കെ ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2 മണിയൊക്കെ ആയി കേട്ടോ. തിരിച്ചു വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എത്തിയത്. പക്ഷേ എൻഗേജ്മെൻറ്റിന് പോയിട്ട് നേരെ ഷോപ്പിങ്ങും കൂടെ കഴിഞ്ഞാണ് വന്നത്. ആ വഴിക്ക് കുഞ്ഞമ്മയ്ക്ക് ഇടാൻ വേണ്ടി 2 ടോപ്പൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. അത് പിന്നെ എനിക്ക് തന്നിട്ട് ഇട്ട് നോക്കാൻ വേണ്ടി തന്നതാണേ. അങ്ങനെ ഇട്ടൊക്കെ നോക്കി കറങ്ങിയപ്പോഴത്തേക്കും ഐറയ്ക്ക് കുറച്ച് കുശുമ്പ് വന്നു കേട്ടോ. ഐറയ്ക്കും ഫ്രോക്ക് ഇടണമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഐറയ്ക്കും 2 ദിവസം മുന്നേ മേടിച്ച ഫ്രോക്കൊക്കെ എടുത്ത് കൊടുത്തിട്ട് അവളും ഇങ്ങനെ അതൊക്കെ ഇട്ട് വന്നതിങ്ങനെ കറങ്ങുന്നുണ്ട് കേട്ടോ. ഒരു ടോപ്പ് എന്നോട് എടുത്തോളാൻ പറഞ്ഞു കേട്ടോ. പക്ഷേ എനിക്കിങ്ങനെ സൈഡ് ഓപ്പൺ ഇല്ലാത്ത ടോപ്പ് എനിക്ക് അധികം അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം തിരിച്ചു കൊടുത്തേ. അങ്ങനെ നേരെ ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി അടുത്ത റെയിൽവേ പാളത്തിൻ്റെ അടുത്തോട്ട് പോയി കേട്ടോ. വെറുതെ ഒന്ന് നടക്കാൻ വേണ്ടി പോയതാണേ. ഇവിടെ അടുത്ത റെയിൽവേ പാളം വരുന്നതിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കൊണ്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്കത് കണ്ടിട്ട് മനസ്സിലാവുന്നൊന്നുമില്ല. എന്തൊക്കെയോ ചെയ്യാനായിട്ടുള്ള കുറേ ഇൻസ്ട്രുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ മുഴുവൻ നേരത്തെ ഒരുപാട് കാടായിട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ. പക്ഷേ അവർ വന്നെല്ലാം നിരപ്പാക്കി നല്ല റോഡ് പോലെ ആക്കി. ഫുള്ളിപ്പം ലോറിയിൽ മണ്ണൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ഫുള്ള് പൊടിയാണ് കേട്ടോ. ഭാഗ്യത്തിന് ഞങ്ങൾ നിന്ന് അത്രയും സമയം വണ്ടിയൊന്നും വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ റെയിൽവേയുടെ ഒരു സൈഡ് മുഴുവൻ റബ്ബർ തോട്ടവും പിന്നെ മറ്റേ സൈഡ് മുഴുവൻ വയലുമാണ് കേട്ടോ. വയലിൽ ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വയലിലാണെങ്കിൽ മുഴുവൻ വെള്ളരിയാണ് കേട്ടോ കൃഷി ചെയ്തിരിക്കുന്നത്. അതിലിങ്ങനെ കുറേ ഇങ്ങനെ നോക്കി നടന്നപ്പോഴത്തേക്ക് ഇങ്ങനെ വെള്ളരിക്കയൊക്കെ കണ്ടു കേട്ടോ. ചെറുത് പിടിച്ചു വരുന്നതേ ഉള്ളൂ. പിന്നെ പാവലും വാഴയും അങ്ങനെ ഒരുപാട് കൃഷിപ്പാടുള്ള സ്ഥലമാണ്. ഇത് കണ്ടോ, എപ്പോഴും ഇങ്ങനെ വണ്ടി പോയിട്ട് ഫുള്ള് ചെടിയെല്ലാം ഇങ്ങനെ മണ്ണിൻ്റെ കളറായിട്ടാണ് ഉള്ളത്. അങ്ങനെ നിൽക്കുന്ന സമയത്തിനൊരു ട്രെയിൻ വന്നു കേട്ടോ. ഗുഡ്സിൻ്റെ വണ്ടിയാണ് വന്നത്. ഇത് കാറ്റില്ലല്ലോ ഇനി ആന്നാക്കാൻ അല്ല പിടിച്ചറിയാം നമ്മൾ അവിടെ ഒന്ന് കൊണ്ടുവന്ന്. പക്ഷേ ഇനി കുറച്ച് പേര് വന്നിട്ടേ തറയിലോട്ട് നോക്കി നോക്കണം. അതിനിടയ്ക്ക് അമ്മാമ്മയുടെ വീട്ടിൽ പോകാനായിട്ടുള്ള തകർത്ത ഡിസ്കഷനാണ് കേട്ടോ നടക്കുന്നത്. നാളെ ഡിസംബർ 31 ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഇവിടെ കുറച്ച് ബിസിയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ പോകാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത്. എല്ലാ പ്രാവശ്യവും ലീവിന് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു 1-2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോകാറാണ് കേട്ടോ പതിവ്. ഇപ്രാവശ്യം വന്നിട്ട് ഒരാഴ്ചയായിട്ട് ഇതുവരെയ്ക്കും പോയില്ല. അങ്ങനെ ഇന്ന് തന്നെ പോകാമെന്ന് പ്ലാൻ ചെയ്യുവാണ് കേട്ടോ.
ശരിയാണ്. ശരി ശരി ശരി. എൻ്റെ അമ്മയുടെ അമ്മയുടെ 1 2 3 4 5 തലമുറയായി. എന്നാ പോവല്ലേ. അങ്ങനെ ഞങ്ങൾ അവസാനം എൻ്റെ അമ്മയുടെ വീട്ടിലും അമ്മയുടെ വീട്ടിലും അങ്ങനെ 2 വീട്ടിലും പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കേട്ടോ. വീട്ടിൽ നിന്ന് ആദ്യം ശരച്ചനും ഞാനും ഇറയായിട്ട് വണ്ടിയിൽ വന്നേ. സ്കൂട്ടിയിൽ ഇങ്ങനെ വന്നിട്ട് അവർക്ക് വീട്ടിൽ പോകുമ്പം കൊണ്ടുപോകാനായിട്ട് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. എന്നിട്ട് രണ്ടാമത് ശരച്ചൻ വന്നിട്ട് അമ്മയെ കൂട്ടിക്കൊണ്ട് വന്നു കേട്ടോ അമ്മാമ്മയുടെ വീട്ടിലോട്ട്. ഇപ്പോൾ കാണുന്നത് എൻ്റെ അമ്മയുടെ അമ്മയും പപ്പയും ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യം അവിടെ എത്തി. ഐറ ഒരു ഇതങ്ങനെ അധികം അടുക്കുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ചോദിക്കുന്നതിന് മറുപടിയൊക്കെ പറയുന്നുണ്ട്. താഴെ അമ്മച്ചിയെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് അമ്മാമ്മയെ ഇങ്ങനെ അമ്മ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മാമ്മ വരുന്നില്ല എന്നാണ് പറയുന്നത്. കാലിന് വേദന ആയതുകൊണ്ട് തന്നെ നടക്കാനൊന്നും വയ്യ, അതുകൊണ്ട് വരുന്നില്ല എന്ന് പറയുന്നപ്പോൾ ശരച്ചൻ വണ്ടിയിൽ കൊണ്ടുവരും. അമ്മാമ്മയും വാന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണ് കേട്ടോ. റോഡാ അവിടെ വരെ വണ്ടി പോവോ? പിന്നെ വെള്ളം കറണ്ട് പോയപ്പോൾ വെള്ളം കോരാനേ ഒരു കൈ തീരും പോലെ അത് പെട്ടെന്ന് അടി ദ്രവിച്ചു പോകും. ഇത് അലുമിനിയം അല്ലേ? അങ്ങനെ ഞങ്ങൾ അമ്മച്ചിയെ കാണാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ഫാമിലി ഇവിടെ വളരെ അപ്രതീക്ഷിതമായി എത്തിയതാണ് കേട്ടോ. അതായത് അമ്മയുടെ തൊട്ട് താഴെയുള്ള അനിയത്തിയുടെ മകളെ എൻ്റെ. അങ്ങനെ സ്നേഹയും അവളുടെ ഹസ്ബൻഡും കുഞ്ഞുമായിട്ടാണ് കേട്ടോ വന്നത്. ശരിക്കും എല്ലാവരും സർപ്രൈസായി കേട്ടോ. പിന്നെ നമ്മൾ സംസാരിച്ചിട്ട് എന്നാൽ നിങ്ങളിവിടെ നിൽക്ക്, ഞങ്ങളെന്നാൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറയുന്നു അവരും അമ്മച്ചിയെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ താഴേക്ക് പോയി. 1-ാം തീയതി പോകും. അമ്മാമ്മയുടെ ബ്രദറിൻ്റെ വീട്ടിലാണ് കേട്ടോ അമ്മച്ചി ഉള്ളത്. അപ്പം നമ്മളിങ്ങനെ അമ്മാമ്മയെ കാണാൻ വരുമ്പോഴെല്ലാം ഇവിടെയും വരാറുണ്ട്. അവരെ നമ്മളെല്ലാവരും കൂടെ കണ്ടപ്പോൾ അവർ ശരിക്കും സർപ്രൈസായേ. അല്ല സോട്ടി എന്തിനാ വയസ്സൊക്കെ ഒരുപാടായി പയ്യെ അമ്മയും പപ്പയൊക്കെ സുഖമായിരിക്കണം. അമ്മ കുടിക്കേനെ കണ്ടല്ല. സ്നേഹയുടെ കുഞ്ഞിൻ്റെ വീട്ടിലത്തെ പേര് ലക്കി എന്നാണ് കേട്ടോ. ലക്കി വന്നപാട് തന്നെ വീട് മുഴുവൻ റൗണ്ട് അടിച്ച് ഫുള്ള് വീട് ചുറ്റി കാണുവാണ് കേട്ടോ. അവിടെ ആടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഫുൾ ടൈം ആടിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ. സ്നേഹ പോയി വിളിച്ചിട്ട് വരും, പിന്നെ ഇവൻ ഓടിപ്പോവും. അങ്ങനെ തന്നെയായിരുന്നു. പഞ്ചസാര വേണോ? അവിടെ 5 തലമുറയാണ്. 1 2 3 4 5 5 തലമുറ, 5 ജനറേഷൻ. ഫോട്ടോ ഒക്കെ എടുത്ത് അമ്മച്ചി അമ്മച്ചിക്ക് ഒരു ബെഡ്ഷീറ്റ് കേട്ടാ. ബെഡ്ഷീറ്റ് ഇവിടെ വിരിക്കാൻ പുതയ്ക്കാൻ നിങ്ങൾക്ക് വിരിക്കാൻ കേട്ടാ. വിരിക്കാനേ കുറച്ച് കിടന്നോ. അവളെന്താ പറഞ്ഞേ? അങ്ങനെ അമ്മച്ചിയായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്ന് എല്ലാവരും കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ആണ് അവിടെ നിന്ന് ഇറങ്ങിയത്. കയറെങ്ങനെയോ ഇരുന്ന് കൊടിച്ചങ്ങ് കഷ്ടത്തില്. എവിടെ എവിടെ പോയാ അങ്ങ് പോയാ? അവന് കുറച്ച് സ്വാതന്ത്ര്യം കിട്ടിയ പോലെ കുറച്ച് അത് നിക്കട്ടാ, കുറച്ച് നിക്കട്ടെ.
ബക്കറ്റും തലയിൽ വെച്ചിങ്ങനെ ശരി. ഇറങ്ങി വാ, താഴെ വാ, താഴെ ഫോണടിക്കുന്ന അമ്മ പോയി എടുക്ക, ഞാൻ വാ താഴോ. പഴയ TV ഇനി ഇത് കാണാൻ കിട്ടൂല. ഇത് ചെയ്തപ്പോ എത്ര എല്ലാം കൂടെ 25,000? അങ്ങനെ തിരിച്ച് നേരെ വീണ്ടും അമ്മാമ്മയുടെ വീട്ടിൽ വന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്തിരുന്നു കേട്ടോ, സംസാരിച്ചൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്നേഹയും ഫാമിലിയും തിരിച്ചു പോയി, ഞങ്ങൾ മാത്രമായി കേട്ടോ. അങ്ങനെ അമ്മാമ്മയുടെ വീട്ടിൽ പുറത്തിങ്ങനെ അടുപ്പെല്ലാം ഇപ്പോൾ സെറ്റ് ചെയ്താണ്. അങ്ങനെ അതിനൊക്കെ എത്ര രൂപയായെന്നൊക്കെ ചോദിച്ച്, ഷീറ്റൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ മഴയായാലും വെയിലായാലും ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് അടിപൊളിയാണ് കേട്ടോ. ആ അടുപ്പൊക്കെ നല്ലോണം ഇഷ്ടമായി. അങ്ങനെ അവസാനം അവരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എല്ലാവർക്കും ബൈ ബൈ.